പരിശീലനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ത്യ ടീമും ന്യൂസിലാൻഡ് ടീമും ശക്തമായിട്ടുള്ള പരിശീലനം പൂർത്തിയാക്കി. അതിനുശേഷം നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിലും രണ്ട് ടീമുകളും വലിയ വിജയപ്രതീക്ഷയും അവരുടെ തന്ത്രങ്ങളും ഒക്കെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ഒരു രാവ് മാത്രമാണ് ഇനിയിപ്പോൾ ശേഷിക്കുന്നത്. അതിനുശേഷമാണ് ഫൈനൽ പോരാട്ടം. ഒരിക്കൽ പോലും പരാജയം അറിയാതെയാണ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആധികാരികതയും മേൽക്കോയ്മയും ഒക്കെ ഇന്ത്യക്ക് ഇത്തവണ അവകാശപ്പെടാനുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ ന്യൂസിലൻഡിന് ഏതാണ്ട് 44 റൺസിന് പരാജയപ്പെടുത്തിയതിൻ്റെ ആത്മവിശ്വാസവുമുണ്ട് ഇന്ത്യക്ക്. ആ ഒരു കരുത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. പക്ഷേ അതേസമയം ഓസ്ട്രേലിയയെ വലിയ മാർജിന് തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ന്യൂസിലാൻഡ് ഇറങ്ങുന്നത്. ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സ്റ്റേഡിയത്തിലും പരിസരത്തും ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന ആളുകൾ സെൽഫി സ്റ്റിക്കുകൾ കൊണ്ടുവരാൻ പാടില്ല, പവർ ബാങ്ക് കൊണ്ടുവരാൻ പാടില്ല, ലൈറ്റർ കൊണ്ടുവരാൻ പാടില്ല. അതോടൊപ്പം തന്നെ കൊടി കൊണ്ടുവരാൻ, പക്ഷേ അതിൻ്റെ കൂടെ വടി പാടില്ല. അങ്ങനെ കുറേ നിയന്ത്രണങ്ങൾ, ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട്. വാഹനം ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനും നിയന്ത്രണമുണ്ട്. കുറേ അകലെ വെച്ച് തന്നെ വാഹനങ്ങളൊക്കെ തന്നെ തടയും. വളരെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരുക്കിയിട്ടുണ്ട്. അവിടെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. ഏതായാലും ഈ ഒരൊറ്റ പോരാട്ടത്തോടു കൂടി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ആര് നേടുമെന്ന് നമുക്കറിയാം. തീർച്ചയായും ഈ ഒരു സ്റ്റേഡിയം നിറഞ്ഞ് കവിയുന്നതായിരിക്കും നാളത്തെ പ്രകടനം. അത് ഇന്ത്യ ടീമിൻ്റെ വലിയ പിന്തുണ, ഇന്ത്യൻ ആരാധകരുടെ വലിയ പിന്തുണ ഇന്ത്യൻ ടീമിനുണ്ടാകും. രോഹിത് ശർമ്മയൊക്കെ ഞങ്ങളുടെ ഹോം ഗ്രൗണ്ട് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ ആരാധകരുടെ ഹോം ഗ്രൗണ്ടാണ് ഇത്. ഈ ഒരു രാവ് നമുക്ക് കാത്തിരിക്കാം. നാളെ ആരായിരിക്കും ഈ ട്രോഫി സ്വന്തമാക്കുന്നത് എന്നറിയാൻ. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.